ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നെത്തിങ് ഉപയോഗിച്ച് ഏതാനും ഡെയിലി യൂസ് സെൻറ്റൻസുകളാണ് നോക്കാൻ പോകുന്നത്. നെത്തിങ് എന്ന് വെച്ചാൽ മീനിങ് ഒന്നുമില്ല എന്നർത്ഥം. അപ്പോൾ അതൊരു നെഗറ്റീവ് ഫോമാണ്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എങ്ങനെയൊക്കെ പറയാമെന്ന് നോക്കാം. ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതാണ് എന്തെങ്കിലും ഉള്ളത്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഈ ചെയ്യുന്നതിന് യാതൊരു ഗുണവുമില്ല. ഈ ചെയ്യുന്നതിന് യാതൊരു ഗുണവുമില്ല. ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൂയിങ് നത്തിങ്. ദ ബെനിഫിറ്റ്സ് ഓഫ് ഡൂയിങ് നത്തിങ്. ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നേട്ടം അല്ലെങ്കിൽ ഗുണം, ലാഭം എന്നൊക്കെ അർത്ഥം. ബെനിഫിറ്റ്സ് ഓഫ് ഡൂയിങ് നത്തിങ്. ദെൻ ഞാനൊന്നും ചെയ്തില്ല. ഞാനൊന്നും ചെയ്തില്ല. ഐ ഡിഡ് നത്തിങ്. ഐ ഡിഡ് നത്തിങ്. ഐ ഡിഡ് ഞാൻ ചെയ്തു. ഐ ഡിഡ് നത്തിങ് ഞാനൊന്നും ചെയ്തില്ല. ഇതൊരു പാസ്റ്റ് ഫോം സെൻറ്റൻസ് ആണ്. അപ്പോൾ അവനൊന്നും ചെയ്തില്ല എന്ന് പറയാൻ ഹീ ഡിഡ് നത്തിങ്. ഹീ ഡിഡ് നത്തിങ്. അവളൊന്നും ചെയ്തില്ല. ഷീ ഡിഡ് നത്തിങ്. അവരൊന്നും ചെയ്തില്ല എന്ന് പറയാൻ ദേ ഡിഡ് നത്തിങ്. ദേ ഡിഡ് നത്തിങ്. ഇനി ഞാനൊന്നും ചെയ്യാറില്ല എന്ന് പറയാൻ ഞാനൊന്നും ചെയ്യാറില്ല. ഐ ഡു നത്തിങ്. ഐ ഡു നത്തിങ്. ഒരു സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ് ഐ ഡു നത്തിങ്. അവനൊന്നും ചെയ്യാറില്ല എന്ന് പറയാൻ ഹീ ഡസ് നത്തിങ്. ഹീ ഡസ് നത്തിങ്. അവളൊന്നും ചെയ്യാറില്ല. ഷീ ഡസ് നത്തിങ്. ഡസ് ആണ് ഹീ ഷീ ഇവയുടെ കൂടെ നാം ഉപയോഗിക്കുക അല്ലേ. ഐ യു വി ദേ വരുമ്പോൾ ഡു ഉപയോഗിക്കും. ഇനി ഞങ്ങളൊന്നും ചെയ്യാറില്ല എന്ന് പറയാം വി ഡു നത്തിങ്. വി ഡു നത്തിങ്. അവരൊന്നും ചെയ്യാറില്ല. ദേ ഡു നത്തിങ്. അവരൊന്നും ചെയ്യാറില്ല. ദേ ഡു നത്തിങ്. ദെൻ ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണത്. ഐ എം ഡൂയിങ് നത്തിങ്. ഐ എം ഡൂയിങ് നത്തിങ്. അവനൊന്നും ചെയ്യുന്നില്ല. ഹീ ഈസ് ഡൂയിങ് നത്തിങ്. ഹീ ഈസ് ഡൂയിങ് നത്തിങ്. അവളൊന്നും ചെയ്യുന്നില്ല. ഷീ ഈസ് ഡൂയിങ് നത്തിങ്. ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. വി ആർ ഡൂയിങ് നത്തിങ്. വി വരുമ്പോൾ ആർ. വി ആർ ഡൂയിങ് നത്തിങ്. അവരൊന്നും ചെയ്യുന്നില്ല. ദേ ആർ ഡൂയിങ് നത്തിങ്. ദേ ആർ ഡൂയിങ് നത്തിങ്. ഇനി ഞാനൊന്നും ചെയ്യില്ല. ചെയ്യില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ഫ്യൂച്ചർ ഫോമാണ്, ഭാവി. ഫ്യൂച്ചർ ഫോമിൽ ഐ വിൽ ഡു നത്തിങ് എന്ന് പറയും. ഐ വിൽ ഡു നത്തിങ്. ഞാനൊന്നും ചെയ്യില്ല. നീയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയാൻ നീയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. യു ആർ ഗോയിങ് ടു ഡു നത്തിങ്. യു ആർ ഗോയിങ് ടു ഡു നത്തിങ്. ഇവിടെ ഗോയിങ് ടു, ആർ ഗോയിങ് ടു എന്നുള്ള ഫോം നമ്മൾ ഫ്യൂച്ചർ ടെൻസിലും യൂസ് ചെയ്യാറുണ്ട്. യു ആർ ഗോയിങ് ടു ഡു നത്തിങ്. യു ആർ ഗോയിങ് ടു ഡു നത്തിങ്. ഓക്കെ. ഇനി നമുക്ക് മറ്റു ചില ഫോമുകൾ നോക്കാം. ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞു എന്ന് പറയാൻ ഐ കുഡ്. ഐ കുഡ് എനിക്ക് കഴിഞ്ഞു. ഐ കുഡ്. ഐ കുഡ് നത്തിങ് ടു ഡു എന്ന് പറയാൻ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ടു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ. അപ്പോൾ ഐ കുഡ് നത്തിങ് ടു ഡു. എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ദെൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അല്ലെങ്കിൽ എൻ്റെ അടുത്തൊന്നുമില്ല എന്ന് പറയാൻ ഐ ഹാവ് നത്തിങ്. ഐ ഹാവ് നത്തിങ്. ഇതിപ്പോൾ ഒരു ഓണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അത് മെറ്റീരിയൽ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ. ഐ ഹാവ് നത്തിങ്. എൻ്റെ അടുത്ത് ഒന്നുമില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ദെൻ അവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ദർ ഇസ് നത്തിങ് വി ക്യാൻ ഡു. ദർ ഇസ് നത്തിങ് വി ക്യാൻ ഡു. ദർ എന്ന് പറഞ്ഞാൽ അവിടെ. വി ക്യാൻ ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുമെന്നാണ്. അപ്പോൾ ദർ ഇസ് നത്തിങ് വി ക്യാൻ ഡു. അവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഒന്നുമില്ല എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല. ദർ ഇസ് നത്തിങ് ഹിയർ. ദർ ഇസ് നത്തിങ് ഹിയർ. ഇവിടെ ഒന്നുമില്ല. ഹിയർ ഇവിടെ. ദർ ഇസ് നത്തിങ് ഹിയർ. ഇവിടെ ഒന്നുമില്ല. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഒന്നും പറയാനില്ല. പറയുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു വെർബ് ഫോമാണ്. അപ്പോൾ ഐ ഹാവ് നത്തിങ് ടു സേ. ഐ ഹാവ് നത്തിങ് ടു സേ. ടു സേ എന്നാൽ പറയാൻ. എനിക്കൊന്നും പറയാനില്ല. എനിക്കൊന്നും ചെയ്യാനില്ല. ഐ ഹാവ് നത്തിങ് ടു ഡു. ഐ ഹാവ് നത്തിങ് ടു ഡു. ടു ഡു ചെയ്യാൻ. എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് കഴിക്കാനൊന്നുമില്ല. എനിക്ക് കഴിക്കാനൊന്നുമില്ല. ഐ ഹാവ് നത്തിങ് ടു ഈറ്റ്. ഐ ഹാവ് നത്തിങ് ടു ഈറ്റ്. നത്തിങ് ടു എന്നതിനോട് നമ്മൾ ഏത് പ്രവൃത്തിയാണോ വെർബാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അതിനോട് കൂടി വിത്ത് പ്ലസ് ഒരു നൗണോ അല്ലെങ്കിൽ ഒരു പ്രോനൗണോ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ്
ആ സെൻറ്റൻസിൻ്റെ മീനിങ്ങിൽ വ്യത്യാസം വരുന്നത് എന്ന് നോക്കാം. എനിക്ക് നിങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് പറയാൻ ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് യു. ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് യു. വിത്ത് കഴിഞ്ഞിട്ട് യു, അവിടെ ഒരു പ്രൊനൗണാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് യു. വിത്ത് യു, വിത്ത് കഴിഞ്ഞ് യു എന്നൊരു പ്രൊനൗണാണ്. ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് യു. ഇതിന് ജനറൽ മീനിങ് ആണ് ഇത്. ഇനി ഇത് വേറൊരു അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് നിങ്ങളുമായിട്ട് ചേർന്നൊന്നും ചെയ്യാനില്ല, അങ്ങനെയും മീനിങ് എടുക്കാം. എനിക്ക് നിങ്ങളുമായി ചേർന്നൊന്നും ചെയ്യാനില്ല. ജനറൽ മീനിങ് ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് യു. എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ദെൻ ആ അപകടവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ആ അപകടവുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് ആക്സിഡൻറ്റ്. ഐ ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് ആക്സിഡൻറ്റ്. ആ ആക്സിഡൻറ്റുമായിട്ട്, ആ അപകടവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ദെൻ നെക്സ്റ്റ് വൺ, എൻ്റെ കയ്യിൽ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു പാസ്റ്റ് യൂസാണ് വേണ്ടത്. അപ്പോൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ ഹാഡ് യൂസ് ചെയ്യും. ഐ ഹാഡ് നത്തിങ് ടു പ്രൂവ്. തെളിവിനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് നത്തിങ് ടു പ്രൂവ്. നെക്സ്റ്റ്, അവനൊന്നും ഇഷ്ടമല്ല എന്ന് പറയാൻ അവനൊന്നും ഇഷ്ടമല്ല. ഹീ ലൈക്സ് നത്തിങ്. ലൈക്സ് ആണ് ഇവിടെ. ഹീ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ലൈക്കിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, എസ് ചേർക്കുമ്പോൾ ഹീ ലൈക്സ് നത്തിങ്. ഷീ ആണെങ്കിലും നമ്മൾ ലൈക്സ് എന്ന് തന്നെയാണ് പറയുക അല്ലേ. ഷീ സിംഗുലർ ആണ്, അപ്പോൾ വെർബിനെ നമ്മൾ സിംഗുലർ ആക്കാൻ എസ് ചേർത്ത് പറയും. ഷീ ലൈക്സ് നത്തിങ്. അവൾക്കൊന്നും ഇഷ്ടമല്ല. അവന് സംഗീതമല്ലാതെ വേറൊന്നും ഇഷ്ടമല്ല എന്ന് പറയാൻ സംഗീതമല്ലാതെ വേറൊന്നും ഇഷ്ടമല്ല, സംഗീതം മാത്രമാണ് അവനിഷ്ടം. ഹീ ലൈക്സ് നത്തിങ് ബട്ട് മ്യൂസിക്. നെത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ബട്ട് യൂസ് ചെയ്യണം. ബട്ട് മ്യൂസിക്, എന്താണോ ഇഷ്ടം അത് ചേർക്കും. ഹീ ലൈക്സ് നത്തിങ് ബട്ട് മ്യൂസിക് എന്ന് പറയണം. ഞങ്ങൾക്ക് ഫുട്ബോൾ അല്ലാതെ വേറൊന്നും ഇഷ്ടമല്ല എന്ന് പറയാൻ ഞങ്ങൾക്ക്, വി പ്ലൂറലാണ്, അപ്പോൾ വി ലൈക്ക് നത്തിങ് ബട്ട് ഫുട്ബോൾ. വി ലൈക്ക് നത്തിങ് ബട്ട് ഫുട്ബോൾ. ഇനി വേറൊരു ഫ്രേസ് പോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഗുഡ് ഫോർ നത്തിങ് എന്നത്. ഗുഡ് ഫോർ നത്തിങ്, ഇപ്പം ഇതൊന്നിനും കൊള്ളില്ല എന്ന് പറയാൻ ഇറ്റ്സ് ഗുഡ് ഫോർ നത്തിങ്. ഇതൊന്നിനും കൊള്ളില്ല, അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തതാണ്, അല്ലെങ്കിൽ ഒരു വകക്ക് കൊള്ളാത്തതാണ്, അല്ലെങ്കിൽ ഇതിനൊരു വാല്യൂ ഇല്ല, മെറിറ്റ് ഇല്ല, ഒരു യൂസേജ് ഉപകാരമില്ല, അങ്ങനെയൊക്കെ പറയില്ല. അതാണ് ഇറ്റ്സ് ഗുഡ് ഫോർ നത്തിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലതാണെന്നാണ്. അപ്പോൾ അത് നത്തിങ് കൂടി വരുമ്പോൾ എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു മീനിങ് ആണ് അതിൻ്റെ വരുന്നത്. അതുപോലെ തന്നെ ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഹീ ഈസ് ഗുഡ് ഫോർ നത്തിങ്. അവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്നൊക്കെ. ഒരിക്കലും അങ്ങനെയൊന്നും ആരോടും പറയാൻ പാടില്ല കേട്ടോ, പ്രത്യേകിച്ചിട്ടും കുട്ടികളോട്. അത് അവരുടെ ഉള്ള കോൺഫിഡൻസ് കൂടി തന്നെ ഇല്ലാതാക്കും. സോ പ്ലീസ് നെവർ സേ ദിസ് ടൈപ്പ് ഓഫ് വേർഡ്സ് ടു എനിവൺ, എസ്പെഷ്യലി ടു ചിൽഡ്രൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ നത്തിങ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ. പ്രാക്ടീസ് ബൈ സേയിങ്. ഐ വിൽ ബാക്ക് വിത്ത് അനദർ ലെസൺ. ബൈ.